ഇന്ന് സേഫായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര ഡേഞ്ചറസ് ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ പുകവലി മദ്യപാനം എന്നാവട്ടെ, അപ്പോൾ അത് ദീർഘകാലമാകുമ്പോൾ ക്യാൻസേഴ്സ് ആയിട്ട് മാറാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതായത് നമ്മൾ ഫുൾ ടൈം ഇരിക്കുക, വലിയ വ്യായാമങ്ങളൊന്നുമില്ല. അത് നമ്മളുടെ ജോബിൻ്റെ പാർട്ടും ആയിരിക്കാം, പക്ഷേ അതും ഇൻ ദ ലോങ് റൺ നമ്മൾ ഇപ്പം തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ചെറുപ്പക്കാരിൽ ചെറിയ പ്രായത്തിൽ പണ്ടൊക്കെ ക്യാൻസേഴ്സ് വരേണ്ടത് വളരെ പ്രായം കൂടിയ ആൾക്കാർക്കോ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിൽ ചെറിയ ആൾക്കാരിലും ക്യാൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അതൊക്കെ തന്നെയാണ്. വെൽക്കം ടു ഹെൽത്ത് ക്യാൻവോ. ഇവിടെ നമ്മൾ മെഡിസിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, ഹെൽത്ത് കെയർ റിഡിഫൈൻ ചെയ്യുന്ന മൈൻഡിനെ കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക് ക്യാൻസർ ആൻഡ് എസ്പെഷ്യലി മോഡേൺ ഓങ്കോളജി എങ്ങനെ സ്മൂത്തർ, ഫാസ്റ്റർ ആൻഡ് പ്രിസൈസായി ഇവോൾവ് ചെയ്യുന്നു എന്നതുമാണ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ ദിലീപ് ഹരീന്ദ്രൻ വള്ളത്തോൾ, കൺസൾട്ടന്റ് ഇൻ മെഡിക്കൽ ഓങ്കോളജി അറ്റ് ആസ്റ്റർ മെഡിസിറ്റി, കൊച്ചി. Doctor started his academic journey from AFMC Pune, followed by MD from Stanley Medical College, Chennai, and DM in Medical Oncology from the prestigious Tata Memorial Hospital. He is expertise in thoracic cancer, gastrointestinal cancer, and lymphomas. Doctor mainly focus on precision oncology. ഓരോ പേഷ്യൻറ്റിനെയും ബേസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കസ്റ്റമൈസ് ചെയ്യുന്ന അപ്രോച്ചാണിത്. Apart from clinical practices, Dr. International Oncology discussions will actively involved and he's also into research and done almost 20 plus publications in reputed journals. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ക്യാൻസർ കെയർ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്, ഏർലി ഡിറ്റക്ഷൻ, അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ മെഡിക്കൽ കെയർ ആൻഡ് ഹൗ ഇന്നോവേഷൻ റിസർച്ച് ആൻഡ് കമ്പാഷനേറ്റ് കെയർ റിഫ്ലെക്ട്സ് ഇൻ പേഷ്യൻ്റ് ആൻഡ് ദർ ക്വാളിറ്റി ഓഫ് ലൈഫ്. നിങ്ങളൊരു ഹെൽത്ത് എന്തൂസിയാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, ഹെൽത്ത് കെയർ, ക്യാൻസർ കെയറിനെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയണം എന്നൊരാഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ദിസ് ഡിസ്കഷൻ വിൽ ബി വെരി മീനിങ്ഫുൾ ആൻഡ് എംപവറിംഗ് ടു യു. സോ ലെറ്റ്സ് ബിഗിൻ ദിസ് മീനിങ്ഫുൾ ഡിസ്കഷൻ വിത്ത് ഡോക്ടർ ദിലീപ് ഹരീന്ദ്രൻ വള്ളത്തോൾ. വെൽക്കം യു സർ. താങ്ക് യു. ഡോക്ടർ, യങ് ജനറേഷനിൽ ത്രെറ്റനിങ് ഡിസീസൊക്കെ വരുമോ, അതോ അതൊക്കെ ജസ്റ്റ് ഒരു മിത്താണോ പറഞ്ഞേക്കുന്നത്? അപ്പോൾ യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിൽഡ്രൻ, യങ് അഡോളസൻസ്, അതിനാണ് യങ് ഇത് എന്ന് പറയണത്. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ക്യാൻസേഴ്സ് കാണാറുണ്ട്. അത് നമ്മൾ അഡൽട്ട്സിൽ കാണുന്ന പോലത്തെ ക്യാൻസേഴ്സ് ആവില്ല അങ്ങനെ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വരുന്നത്. യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വരുന്നത് വേറെ ടൈപ്പ് ക്യാൻസേഴ്സ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ബ്ലഡ് ക്യാൻസേഴ്സ് ആണ് യങ് ഏജ് ഗ്രൂപ്പിൽ കാണുന്നത്, അല്ലെങ്കിൽ സാർക്കോമാസ് എന്ന് പറഞ്ഞ വേറെ ക്യാൻസേഴ്സ്. അങ്ങനത്തെ ക്യാൻസേഴ്സാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കാണുന്നത്. പിന്നെ വേറൊരു സവിശേഷത എന്താ വെച്ചാൽ, യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കാണുന്ന ക്യാൻസേഴ്സ് കൂടുതലും നമുക്ക് ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ക്യാൻസേഴ്സാണ്. അങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് ആണെച്ചാലും നമ്മൾ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ക്യാൻസേഴ്സാണ് കൂടുതലും യങ്ങർ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ചിൽഡ്രൻ അല്ലെങ്കിൽ അഡോളസൻസിൽ കാണാൻ പറ്റുന്നത്. ഡോക്ടർ, ഇന്ന് സേഫായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര ഡേഞ്ചറസ് ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അപ്പോൾ പല കാരണങ്ങളും, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെയിലി ചെയ്യണ കാര്യങ്ങൾ ലൈക്ക് നമ്മളിപ്പോൾ നമ്മളുടെ പുകവലി മദ്യപാനം എന്നാവട്ടെ, ചിലർ പുകവലിക്കണോ മദ്യപിക്കണോ എല്ലാ ദിവസവും. അപ്പോൾ അത് ദീർഘകാലമാകുമ്പോൾ ക്യാൻസേഴ്സ് ആയിട്ട് മാറാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതായത് നമ്മൾ ഫുൾ ടൈം ഇരിക്കുക, വലിയ വ്യായാമങ്ങളൊന്നുമില്ല. അത് നമ്മളുടെ ജോബിൻ്റെ പാർട്ടും ആയിരിക്കാം, പക്ഷേ അതും ഇൻ ദ ലോങ് റൺ നമ്മൾ ഇപ്പം തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ചെറുപ്പക്കാരിൽ ചെറിയ പ്രായത്തിൽ പണ്ടൊക്കെ ക്യാൻസേഴ്സ് വരേണ്ടത് വളരെ പ്രായം കൂടിയ ആൾക്കാർക്കോ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിൽ ചെറിയ ആൾക്കാരിലും ക്യാൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭാവിയിൽ നമ്മളെ പ്രതികൂലമായി ബാധിക്കാനുള്ളൊരു സാധ്യത നമ്മൾ എപ്പോഴും വെച്ചാലും ഉണ്ട്. ഡോക്ടർ, ഇപ്പോൾ എല്ലാവരും ഒരു ഡിസീസിനെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ആദ്യം ഗൂഗിളാണല്ലോ തപ്പുന്നത്, എന്നിട്ട് ഗൂഗിൾ നോക്കി എന്തൊക്കെയാണെന്ന് പഠിക്കുന്നത്. അതിനെക്കുറിച്ച് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഗൂഗിൾ അല്ലെങ്കിൽ AI അതാണ് ഇപ്പോഴത്തെ യുഗത്തിൽ പറയണേ. അപ്പോൾ അത് ഒരു
ഒരു പരിധി വരെ നല്ലതാണ്. കാരണം അതിൽ കുറേ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയണത് ശരിയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാവില്ല. പിന്നെ ചിലത് കുറച്ച് കാലം കഴിയുമ്പോൾ എ ഐ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അത് പഠിച്ച് അവർ തന്നെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഉത്തരം തരാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസിൻ്റെയോ ഒരു വക്കിലെത്തുമ്പോൾ നമ്മൾ ഗൂഗിളിനെ മാത്രം ആശ്രയിച്ചാൽ അത് ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങളായി വരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറേ കാലം ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈസോഫേജിയൽ ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണേ. അതുകൊണ്ട് നമ്മൾ കുറേ കാലം ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഗൂഗിളോ AI പറയണത് നമ്മൾ എന്തെങ്കിലും ഗുളിക കഴിക്കുക, അത് കഴിച്ചാൽ ശരിയാവും എന്നുള്ളതായിരിക്കും പറയുക. പക്ഷെ അത് പിന്നെയും അങ്ങനെ കൂടി വരുമ്പോൾ പിന്നെ അതിൻ്റെ ഭാവിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കറിയില്ല. കാരണം അതിന് ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ക്ലിനീഷ്യനോ അല്ലെങ്കിൽ ഡോക്ടറെയോ കണ്ടാലേ നമുക്കതിൻ്റെ ഒരു കൂടുതലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവാം, എന്തെങ്കിലും ടെസ്റ്റുകൾ വേണമെന്നുള്ളതൊക്കെ ഡോക്ടർമാരോ ഫിസിഷ്യൻസോ മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ ഒരു പരിധി വരെ നല്ലതാണ്, പക്ഷേ അത് മാത്രം റിലൈ ചെയ്യണത് അത്രയ്ക്ക് നല്ലതല്ല. ഡോക്ടർ, ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറേ ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അതിലേതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ പുകവലി, മദ്യപാനം അത് തന്നെയാണ് ഏറ്റവും ഹാനികരമായിട്ടുള്ള ക്യാൻസർ. ഏത് ടൈപ്പ് ക്യാൻസർ, പല ടൈപ്പ് ക്യാൻസർ, ഇപ്പോൾ ഈസോഫേജിയൽ അല്ലാതെ പല ടൈപ്പ് ക്യാൻസേഴ്സിനും ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടണത് ഈ നമ്മളുടെ ഈ പുകവലി, മദ്യപാനം. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഫിസിക്കൽ എക്സസൈസ് ഇല്ലായ്മ, പിന്നെ നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഫാസ്റ്റ് ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കാവുന്ന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പല കാര്യങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ ഭാവിയിൽ നമുക്ക് ടൈമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഭാവിയിലേക്ക് നമ്മൾ എങ്ങനെ ബാധിക്കുന്നു ഡോക്ടർ? അപ്പോൾ നമ്മളുടെ ചെറിയ വയറുവേദന, അല്ലെങ്കിൽ ചെറിയ പുളിച്ചുതേട്ടൽ, അല്ലെങ്കിൽ ചെറിയ ഗ്യാസ്ട്രൈറ്റിസ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ഭാവിയിൽ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നമ്മൾ ഡോക്ടറെ കാണാതെ നമ്മൾ കുഴപ്പമില്ല, ഒരു ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ കഴിച്ചിട്ട് അത് ശരിയാവും, അല്ലെങ്കിൽ ഒരു തലവേദന വന്നാൽ അതിനൊരു ഓവർ ദ കൗണ്ടർ പാരസെറ്റമോൾ കഴിച്ചാൽ ശരിയാവും. അപ്പോൾ അത് ഭാവിയിൽ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ചെയ്യണ ആൾക്കാർ പലരുമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത കൂടുമ്പോഴേ നമ്മൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ഗുരുതരമായ പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വൺസ് ഇൻ എ വൈൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണത് കുഴപ്പമില്ല. പക്ഷേ ഡെയിലി ഇങ്ങനെ പ്രശ്നങ്ങൾ വരിക, ഡെയിലി ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതിരിക്കുക, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ക്യാൻസർ പോലത്തെ വേറെ ഏത് അസുഖം വെച്ചാലും വരാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലായി കാണാറുണ്ട്. ഡോക്ടർ, നമ്മൾ ഇന്ത്യക്കാരല്ലെങ്കിൽ മലയാളി എന്നൊക്കെ പറയുമ്പോൾ ചൂട് ചായ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലർക്കത് കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കാമെന്ന് വരെ പറയാറുണ്ട്. ശരിക്കും ഈ ചായ കുടിക്കുന്ന ആ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു ഹാംഫുൾ അല്ലെങ്കിൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഘടകം അതിനകത്തുണ്ടോ? ചായ എന്ന് പറയുന്നത് മാത്രമല്ല, ഒരു ചൂട് ചായ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ അന്നനാളം, അതായത് നമ്മളുടെ വായയും വയറും കൂടി കണക്ട് ചെയ്യണ ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനമാണ് നമ്മൾ അന്നനാളം അല്ലെങ്കിൽ ഈസോഫേഗസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലിങ്ങനെ ചൂടായ സാധനങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ കുടിക്കുമ്പോൾ അതിലിങ്ങനെ ഇറോഷൻസ് വരും. ഇറോഷൻസ് പറഞ്ഞാൽ ഒരു പൊട്ടൽ പോലെ വരും. ആ പൊട്ടൽ കുറേ കാലമായിട്ട് ഇങ്ങനെ നീണ്ടു നിന്നാൽ അത് ഭാവിയിൽ ക്യാൻസർ ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഭയങ്കര ചൂടുള്ള സാധനങ്ങൾ, ചൂടുള്ള ചായ മാത്രമല്ല, ഭയങ്കര ചൂടുള്ള വെള്ളം അണിച്ചാൽ പോലും അത് ഈ ഈ ട്യൂബിൽ കൊറോഷൻ വരുത്തിയിട്ട് അങ്ങനത്തെ ക്യാൻസർ ഉണ്ടാവാനുള്ളൊരു ടെൻഡൻസി കൂടുതലാവാം. ഡോക്ടർ, ഗുഡ്ക, പാൻ, ടൊബാക്കോ ഇതൊക്കെ ഈസോഫേഗൽ ക്യാൻസറിനെ എന്തോരം ഇൻക്രീസ് ചെയ്യും? ഇപ്പോൾ ഗുഡ്ക, ടൊബാക്കോ, അതായത് ടൊബാക്കോ പ്രോഡക്ട്സ് ആൻഡ് ഹോൾ, അതായത് സ്മോക്കിംഗ്, ടൊബാക്കോ, ഗുഡ്ക, പാൻ, അതിലെല്ലാം കാർസിനോജൻസ് ഉണ്ട്. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസ് ചെയ്യണ സാധനങ്ങളെയാണ് കാർസിനോജൻസ് എന്ന് പറയുന്നത്. അത് പല ഭാഗത്തും, അത് ഈസോഫേഗസ് മാത്രമല്ല, പല വയയുടെ ഉള്ളോ അല്ലെങ്കിൽ ലങ്ങിൻ്റെ ഉള്ളൊക്കെ ഈ കാർസിനോജൻസ് വന്ന് ചെന്ന് അത് നമ്മളുടെ ശരീരത്തിൽ ജനിതക മാറ്റം ഉണ്ടാക്കാം. ഈ കാർസിനോജൻസ് കാരണം നമ്മളുടെ ശരീരത്തിൽ നോർമൽ സെൽസിൽ ജനിതക മാറ്റം ഉണ്ടാവുമ്പോൾ അങ്ങനെയാണ് ഈ ക്യാൻസർ എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഈ കാർസിനോജൻസ് ഉള്ള
ഉള്ള ഉള്ള സാധനങ്ങളാണ് ഈ ടൊബാക്കോ, സ്മോക്കിംഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഈ ഡോക്ടർ, അസിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ GERD നമ്മൾ എപ്പോഴും ക്യാൻസർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം? അപ്പോൾ GERD ലോങ് ടേം ആവുമ്പോൾ നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ GERD ഒരു കാരണമാണ് ഈ ക്യാൻസർ വരാനുള്ളത്, ഈസോഫേജിയൽ ക്യാൻസർ എസ്പെഷ്യലി. അപ്പോൾ അതും ഈ ആസിഡ് ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് വരുമ്പോൾ നമ്മളുടെ വയറിലാണ് നോർമലി ആസിഡ് ഉത്പാദിപ്പിക്കുക. ആ ആസിഡ് മുകളിലേക്ക് വരുമ്പോൾ നമ്മളെ നോർമൽ ആയിട്ടുള്ള ഈസോഫേഗസിലുള്ള സെൽസ് മാറിയിട്ട് വേറെ ടൈപ്പ് സെൽസ് ആവും. ആ സെൽസ് പിന്നെ അൺകൺട്രോളബിൾ ആയിട്ട് വളരുമ്പോഴാണ് അത് ക്യാൻസറായി വരുന്നത്. അപ്പോൾ GERD അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിനായിട്ടുള്ള സിംറ്റം, അതായത് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റായ എന്നുള്ളതാണ്. ഭക്ഷണം ഇറക്കാൻ പറ്റായാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് സിംറ്റം ഓഫ് ഈസോഫേജിയൽ ക്യാൻസർ. അത് കൂടാതെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അൺഇൻറ്റൻഷനലായ വെയിറ്റ് ലോസ് ഉണ്ടാവുക, പിന്നെ ഒന്നും ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് യൂഷ്വലി ഈ GERD ലോങ് ടേം ആയിട്ട് വരുമ്പോൾ. അത് GERD കോമൺ ആയിട്ട് ഈസോഫേഗസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ മൂന്ന് സൈറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പർ ഈസോഫേഗസ്, മിഡിൽ ഈസോഫേഗസ്, ലോവർ ഈസോഫേഗസ്. അപ്പോൾ ലോവർ ഈസോഫേഗസ് ക്യാൻസറാണ് കൂടുതലും ഈ GERDയിൽ വരുന്നത്. ലോവർ ഈസോഫേഗസ് അല്ലെങ്കിൽ വയറും ഈസോഫേഗസും തമ്മിലുള്ള ജംഗ്ഷൻ, GE ജംഗ്ഷൻ, ഈ രണ്ട് സ്ഥലത്തും ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ GERD വന്നിട്ടുള്ള ക്യാൻസർ വരേണ്ടത്. അപ്പോൾ ആ ക്യാൻസറും പിന്നെ മുകളിൽ വരുന്ന ക്യാൻസറും രണ്ടും വേറെ ടൈപ്പാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും വ്യത്യാസമുണ്ട്. ഡോക്ടർ, നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഈസോഫേഗൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ ഏർലി നമ്മുടെ സ്ക്രീനിങ് ചെയ്ത് നമുക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണമെന്ന് പറയുന്നത് ശരിയാണോ? ഈസോഫേജിയൽ ക്യാൻസർ ആക്ച്വലി ഒരു ജനറ്റിക് ഡിസീസായിട്ട് വളരെ അധികമായിട്ട് നമ്മൾ കാണാറില്ല. ബാക്കി ക്യാൻസേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ പോലെ അങ്ങനെ ഒരു ജനറ്റിക് ഒരു റിലേഷൻ കാണാറില്ല. എന്നാലും ഒരു 5 to 10% ആൾക്കാരിൽ ചില സിൻഡ്രോംസ് ഉണ്ട്. ഇങ്ങനെ ഈ ഈസോഫേജിയൽ ക്യാൻസർ ജനറേഷൻസ് ആയി വരുന്നത്. അത് ഇന്ത്യയിൽ വളരെ കോമൺ അല്ല, വെസ്റ്റിലാണ് കൂടുതലും അത് കോമൺ. ഡോക്ടർ, ഈ ടൊബാക്കോ അതുപോലെ ആൽക്കഹോൾ ഇതൊക്കെ ക്യാൻസർ റിസ്കിനെ എപ്പോഴും മൾട്ടിപ്പിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണ്? അത് ശരിയാണ്, വളരെ ശരിയാണ്. കാരണം ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ ഏറ്റവും കോമൺ കാർസിനോജൻസിൽ പെടുന്ന രണ്ട് ദ്രാവകങ്ങളാണ്. അപ്പോൾ ആൽക്കഹോളും ടൊബാക്കോയും രണ്ടും കൂടി ഒരുമിച്ച് കഴിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാണ്. കാരണം ആൽക്കഹോൾ നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ നോർമൽ സെൽസിനെ ഇറോഡ് ചെയ്യും. അപ്പോൾ ടൊബാക്കോയുടെ എഫക്റ്റ് ഭയങ്കരമായിട്ട് കൂട്ടും. ഈ ടൊബാക്കോയുടെ കാർസിനോജൻസിൻ്റെ മുകളിലുള്ള കാർസിനോജൻസിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നത് കൂടുതൽ കൂട്ടും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ രണ്ടും കൂടി ചെയ്യണം, അതിനേക്കാളും ഉപദ്രവകാരിയാണ്. ഡോക്ടർ, ഇന്ത്യയിൽ ഈസോഫേജിയൽ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റായിട്ട് കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി ഇതല്ലാതെ വേറെ എന്തൊക്കെ ഓപ്ഷനാണ് നമുക്കിവിടെ ഉള്ളത്? അപ്പോൾ ഈസോഫേജിയൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് വേറെ എവിടേക്കെങ്കിലും സ്പ്രെഡ് ആയോ ഇല്ലയോ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈസോഫേജിയൽ ക്യാൻസർ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി ഞാൻ പറഞ്ഞ ഈ അപ്പർ, ലോവർ, മിഡിൽ എന്നുള്ള രീതിയിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ലോവർ ഈസോഫേജിയൽ അല്ലെങ്കിൽ GE ജംഗ്ഷൻ ക്യാൻസേഴ്സിൽ നമ്മൾ യൂഷ്വലി ഒരു കീമോതെറപ്പി കഴിഞ്ഞിട്ട് 4 സൈക്കിൾ കീമോതെറപ്പി കഴിഞ്ഞിട്ട് പിന്നെ സർജറി ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷനുള്ളത്. മുകളിലത്തെ അതായത് അപ്പർ അല്ലെങ്കിൽ മിഡിൽ ഈസോഫേഗസിൽ നമ്മൾ കീമോയും റേഡിയേഷനും കൂടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സർജറി ഡിസൈഡ് ചെയ്യുക. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇമ്മ്യൂണോതെറപ്പി, അതാണ് ഇപ്പോഴത്തെ ടോക്ക് ഓഫ് ദ ടൗൺ പോലെ. അപ്പോൾ ഇമ്മ്യൂണോതെറപ്പി നമുക്ക് ഇപ്പോൾ ഏർലി സ്റ്റേജ് ഈസോഫേജിയൽ ക്യാൻസേഴ്സിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈതർ കീമോൻ്റെ കൂടെ ചെയ്യുക അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ഇമ്മ്യൂണോതെറപ്പി ചെയ്യുക, അങ്ങനെ 2 രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഡോക്ടർ, ഈസോഫേജിയൽ ക്യാൻസറിൽ ശരിക്കും ആ ട്രീറ്റ്മെൻറ്റിൽ എന്താണ് നടത്തുന്നത്? അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എത്ര നാളെടുക്കും നമുക്ക് നോർമലായും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്? സോ ഈസോഫേജിയൽ ക്യാൻസറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീമോതെറപ്പി, റേഡിയേഷൻ, സർജറി, ഈ 3 ഘടകങ്ങളാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത്.
ഇൻ ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആവാത്ത സ്റ്റേജിൽ. അപ്പോൾ അത് സർജറി കഴിഞ്ഞാൽ സർജറി കുറച്ചൊരു നമ്മൾ ആ ഒരു പാർട്ട് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ആ നോർമൽ ആ ഭക്ഷണം പോകാനുള്ളൊരു ഏരിയ കുറച്ച് കുറയുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും ഒരു 1-1.5 മാസം കൊണ്ട് എല്ലാവരും റിക്കവർ ചെയ്യാറുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് എഫക്ട്സ് എന്നാണ് വെച്ചാലും അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു 1.5 to 2 months നോർമലായി ചെയ്യാറുണ്ട്. ഡോക്ടർ, ശരിക്കും കീമോതെറാപ്പി കഴിഞ്ഞാൽ ലൈഫ് ഉണ്ടോ? ഈ ഇമ്മ്യൂണോതെറാപ്പി നമ്മുടെ ഇന്ത്യയിൽ ആർക്കൊക്കെ ശരിക്കും കിട്ടും? അപ്പോൾ കീമോതെറാപ്പി കഴിഞ്ഞാൽ ലൈഫില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം എല്ലാവരും കീമോതെറാപ്പിയാണ് ഏറ്റവും ഭയക്കുന്നത്. പക്ഷേ കീമോതെറാപ്പി ചെയ്ത എത്രയോ പേര് ക്യൂറായി അല്ലെങ്കിൽ കൺട്രോളായി, ക്യാൻസർ കൺട്രോളായി എത്രയോ പേര് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതൊരു ഫോൾസ് ഒരു അക്വിസിഷനാണ് കീമോതെറാപ്പീനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് കുറച്ചൊരു കോസ്റ്റ്ലി ഡ്രഗ് ആയതുകൊണ്ടായിരിക്കാം പലരും മടിക്കണത്. കുറച്ച് കോസ്റ്റ്ലി ആണ്, കുറച്ച് പൈസ കൂടും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പൈസ കുറഞ്ഞ ഇമ്മ്യൂണോതെറാപ്പീസും നമ്മളുടെ ഡ്രഗ് മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഇമ്മ്യൂണോതെറാപ്പി നമ്മളുടെ പേഷ്യൻസിന് കിട്ടാനുള്ളൊരു സാധ്യത ഇനിയും കൂടാൻ പോകുന്നേ ഉള്ളൂ ഇനി വരുന്ന കാലത്തിൽ. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ യൂഷ്വലി ഈസോഫേജിയൽ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലും മെറ്റാസ്റ്റാറ്റിക്, അതായത് സ്പ്രെഡ് ആയ സ്റ്റേജിലാണ് കൂടുതലും നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിയുടെ റോള് വരണേ. ഏർലി സ്റ്റേജിൽ ഞാൻ പറഞ്ഞ പോലെ കീമോതെറാപ്പിയുടെ കൂടെ ഘടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് വെച്ചാൽ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ് യൂഷ്വലി ഈസോഫേജിയൽ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ ജംഗ്ഷൻ ക്യാൻസേഴ്സിൽ നമ്മൾ ചെയ്യണത്. ഡോക്ടർ, ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഈസോഫേഗൽ ക്യാൻസറിനൊക്കെ ഏകദേശം എത്ര റേറ്റ്? അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഇറ്റ് വേരീസ്. കാരണം ഓരോ ഹോസ്പിറ്റലിൽ വേരി ചെയ്യും, ഓരോ സ്റ്റേജിന് വേരി ചെയ്യും. അപ്പോൾ അതൊരു ആക്ച്വലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ പോയാൽ നമുക്ക് എല്ലാം കൂടുതൽ സാധനങ്ങളെല്ലാം ഇമ്മ്യൂണോതെറാപ്പി ഒഴികെ എല്ലാ സാധനങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ റേഡിയേഷൻ, കീമോതെറാപ്പി അങ്ങനെയൊക്കെ. പിന്നെ പ്രൈവറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഈ ഇമ്മ്യൂണോതെറാപ്പീസിനൊക്കെ ഏകദേശം എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെയായിരിക്കും. കീമോൻ്റെയും റേഡിയേഷൻ്റെയും സർജറിയും റേറ്റ്സിലാണ് ഈ വ്യത്യാസം വരുന്നത്. ഡോക്ടർ, ഈ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ അവരെന്തായിരിക്കും ഏറ്റവും നന്നായി കഴിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സർജറി കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു ഭാഗം നമ്മൾ എടുത്തു മാറ്റാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കും, ഭക്ഷണങ്ങൾ പെട്ടെന്ന് ദഹിക്കുക എന്നുള്ളതാണ് നമുക്ക്. കാരണം ആ ഒരു മൗത്തിൽ നിന്ന് വയറ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് കുറയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫീഡ്സ് കഴിക്കുക എന്നുള്ളത് നമ്മൾ പറയുക. അല്ലെങ്കിൽ കുറച്ച് ഇനീഷ്യലി നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ളതായിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ കാലക്രമേണ അതുകൊണ്ട് യൂസ്ഡ് ആവും ഇത് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ യൂസ്ഡ് ആയിട്ട് നമുക്ക് നോർമൽ ഡയറ്റിലേക്ക് പതുക്കെ ഒരു 3 to 6 months നമുക്ക് നോർമൽ ഡയറ്റിലേക്ക് പോകാൻ പറ്റും. ഡോക്ടർ, ഈസോഫേഗൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്? ഈസോഫേജിയൽ ക്യാൻസർ ഡിറ്റക്ഷന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് എന്തെങ്കിലും സിംറ്റംസ്, നമ്മൾ പറഞ്ഞ പോലെ സിംറ്റംസ്, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വെയിറ്റ് കുറയുക, അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ട് വെച്ചാൽ നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അപ്പർ GI എൻഡോസ്കോപ്പി. അതായത് നമ്മളുടെ വായിൽ കൂടെ ഒരു കുഴലിറക്കി നമ്മളുടെ ഈസോഫേഗസ് സ്റ്റൊമക്ക് വരെ അവർ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഡോക്ടേഴ്സാണ് നോക്കുക. അവർ നോക്കും. എന്നിട്ട് അവിടെ എന്തെങ്കിലും മുഴ ഉണ്ട് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് ഒരു ബയോപ്സി എടുക്കും. ബയോപ്സി ഒരു തടിപ്പിൽ നിന്ന് ബയോപ്സി എടുത്ത് നോക്കിയിട്ട് ആ ബയോപ്സിയിൽ പ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മളത് ക്യാൻസർ ആണെന്ന് പറയുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ക്യാൻസറിന് സ്റ്റേജ് 1 to stage 4 ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈസോഫേഗൽ ക്യാൻസറിൽ സ്റ്റേജ് 1 to stage 4 ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാമോ? സോ സ്റ്റേജ് 1, 2, 3, 4 ഇതാണ് എല്ലാ ക്യാൻസേഴ്സിനുള്ള സ്റ്റേജ്. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യണം. അതായത് ഒരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യണം, വേറെ എവിടേക്കും സ്പ്രെഡ് ഇല്ല. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറച്ച് വേറെ സ്ഥലങ്ങൾക്ക്, വേറെ കുറച്ച് അതിൻ്റെ ചുറ്റുമുള്ള കഴലുകളുണ്ട്, ലിംഫ് നോഡ്സ് എന്ന് പറയും, അതിലേക്ക് കുറച്ച് സ്പ്രെഡ് അയച്ചാൽ സ്റ്റേജ് 2 എന്ന് പറയും. പിന്നെ സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ആ സൈസ് കുറച്ച് കൂടി, മറ്റേ ട്യൂമറിൻ്റെ സൈസ് കുറച്ച് കൂടി, പിന്നെ ലിംഫ് നോഡ്സിൽ കുറച്ചുകൂടി സ്പ്രെഡായി എന്ന് പറഞ്ഞാൽ അത് സ്റ്റേജ് 3 എന്ന് പറയും. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ അത് വേറെ അവയവങ്ങൾക്ക് സ്പ്രെഡായി, അതായത് ഈസോഫേഗസ് എന്ന് തന്നെ വേറെ ലിവറോ ലങ്സോ അവിടേക്കായിട്ട് സ്പ്രെഡായി എന്ന് പറയുമ്പോൾ സ്റ്റേജ് 4 എന്നായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ ഭയങ്കര വ്യത്യാസം വരും. കാരണം സ്റ്റേജ് 1, 2, 3 വരെ നമുക്ക് ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ്. സ്റ്റേജ് 4 ആകുമ്പോൾ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് പോകും.
അതായത് നമുക്കൊരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നേരത്തെ സിംറ്റംസ് ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്താൽ അത് ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധ്യത നമ്മളെപ്പോഴും ഉണ്ടാവും. എൻഡോസ്കോപ്പി മാത്രമാണോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ, അത് നമ്മുടെ ഇവിടെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അപ്പോൾ എൻഡോസ്കോപ്പി എന്തായാലും വേണം. നമുക്ക് എൻഡോസ്കോപ്പി ഇല്ലാതെ ഇസോഫേജിയൽ ക്യാൻസർ ആണ് എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം ബയോപ്സി എടുക്കാൻ എൻഡോസ്കോപ്പി ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ വേറെ ടെസ്റ്റുകൾ ഉണ്ടോ ചോദിച്ചാൽ നമുക്ക് ചില ഇമേജിങ് ടെക്നീക്സ് ഉണ്ട്. CT സ്കാൻ, പെറ്റ് സ്കാൻ, അല്ലെങ്കിൽ ബേരിയം സ്വാളോ എന്ന് പറഞ്ഞിട്ട് പല ഇമേജിങ് ടെക്നീക്സ് ഉണ്ട്. പക്ഷേ അതിലെല്ലാം നമുക്ക് കൂടി പറയാൻ പറ്റണത് അതിലൊരു ഗ്രോത്ത് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് ക്യാൻസർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എൻഡോസ്കോപ്പി ഇല്ലാതെ നമുക്ക് പറ്റില്ല. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും പറഞ്ഞേക്കുന്നത് ഇസോഫേഗൽ ക്യാൻസറൊക്കെ ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് എന്ത് സിംറ്റംസ് ഉണ്ട് വെച്ചാൽ നമ്മൾ അപ്പം തന്നെ ഡോക്ടറെ കണ്ടുപിടിച്ച് നമ്മൾ മടിക്കാതെ കണ്ടുപിടിക്കുക. അത് ബേസിക്കലി ഇതെന്താ പ്രശ്നം വെച്ചാൽ എല്ലാവർക്കും ക്യാൻസർ എന്താണെന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ സിംറ്റംസും അറിയാം. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ പേടിയാണ്. കീമോതെറപ്പീനെ കുറിച്ച്, സർജറീനെ കുറിച്ച്, അതൊന്ന് റിക്കവർ ആവുമോ അതിനൊക്കെ കുറിച്ചുള്ള പേടിയാണ്. അത് അവർ കറക്റ്റായിട്ട് ഒരു ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ എടുക്കാത്തതിൻ്റെ കാര്യം. അപ്പോൾ ആ പേടി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തൊരു സിംറ്റം പറഞ്ഞാൽ, ഇപ്പോൾ റെഗുലറായിട്ട് അസിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഫുഡ് നമ്മളുടെ തൊണ്ടയിൽ പിടിച്ച് നിൽക്കുക, അത് ഞാൻ പറഞ്ഞിട്ടില്ല, അത് തൊണ്ടയിൽ പിടിച്ച് നിൽക്കുക എന്നുള്ളത് ഒരു സിംറ്റമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ ഉടനെ ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ കാര്യം ചെയ്യേണ്ടത്. ഡോക്ടർ, നമ്മുടെ ഇന്ത്യയിൽ ഇസോഫേഗൽ ക്യാൻസറിൻ്റെ സർവൈവൽ റേറ്റ് ഒക്കെ എത്രയാണ്? ഇന്ത്യയിൽ ആക്ച്വലി ഇസോഫേജിയൽ ക്യാൻസറിൻ്റെ സർവൈവൽ റേറ്റ് നമ്മൾ യൂഷ്വലി 5 ഇയേഴ്സിൽ ഇസോഫേജിയൽ ക്യാൻസേഴ്സ് എത്ര പേര് സർവൈവ് ചെയ്യും എന്നുള്ളത് നോക്കുക. അപ്പോൾ 5 ഇയറിൽ നോക്കുമ്പോൾ ഒരു ഇഫ് യു ടേക്ക് 100 people ഓഫ് ഇസോഫേജിയൽ ക്യാൻസർ, അറൗണ്ട് 20 to 30 വിൽ ഓൺലി ബി അലൈവ്. അതിൻ്റെ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അത് ഡിറ്റക്ട് ചെയ്യണത് ലേറ്റ് ആവണതിൻ്റെ കാരണം തന്നെയാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഈ ഒരു 5 ഇയർ സർവൈവൽ റേറ്റ് കുറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ വേറെ കൺട്രീസിൽ നോക്കും, ഇപ്പോൾ ജപ്പാൻ, ചൈന അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് ഡബിളാണ് ഈ സർവൈവൽ റേറ്റ്. കാരണം അവർ സിംറ്റംസ് വരുമ്പോൾ തന്നെ അവർ കറക്റ്റായിട്ട് ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്ത് അത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഡയഗ്നോസിസൊക്കെ എത്തും. സോ നമുക്ക് ഈ സർജറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പണ്ടത്തെ പോലത്തെ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? വളരെ നല്ല ചോദ്യമാണ്. കാരണം ഇതാണ് ഒരു കാരണം പേഷ്യൻസ് പലരും ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതിൻ്റെ മേജറായിട്ടുള്ള കാരണം അതാണ്. കീമോതെറപ്പി, അതിൻ്റെ സൈഡ് എഫക്ട്സ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ എത്രയോ പേര് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, പേഷ്യൻസ് ഫോളോ അപ്പിലുണ്ട്. ഇസോഫേജിയൽ ക്യാൻസർ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നോർമലായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ എത്രയോ പേരുണ്ട്. ആ ഒരു ഇനീഷ്യൽ ആ ഒരു 3 to 6 months മാത്രമായിരിക്കും നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവണത്. പിന്നെ എല്ലാം നോർമൽ ലൈഫിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഒക്കെ നമ്മുടെ മൈൻഡിൻ്റെ ഇതാണ്. അപ്പോൾ മൈൻഡ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇതെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരിക്കും, പേഷ്യൻ്റ്, ഫാമിലി എല്ലാവരും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും കൂടുതലും? സോ നമുക്ക് പല ഹോസ്പിറ്റൽസിലും ഇപ്പോൾ ഒരു സൈക്കോ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് സൈക്കോ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഒരു സൈക്കോ ഓങ്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ യൂഷ്വലി നമ്മളുടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒരു കീമോ തുടങ്ങണ എല്ലാവർക്കും, അത് പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറിനും പേഷ്യൻറ്റിനും ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കും, മെയിനായിട്ടുള്ള കെയർ ചെയ്യണം. അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് കൊടുത്താൽ തന്നെ അതിൽ ഫോളോ അപ്പ് ചെയ്യും. ഓരോ കീമോൻ്റെ സമയത്ത് ഫോളോ അപ്പ് ചെയ്തിട്ട് ആ ഒരു ഇമോഷണൽ ലബൈലിറ്റി കുറയ്ക്കുക, കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ സാധിക്കുക, അങ്ങനെയൊക്കെ കുറച്ച്. അപ്പോൾ അത് വളരെ ഫലപ്രദമായൊരു കാര്യമാണ്. ഒരു 3 months ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റായിട്ട് ഒരു ഇനീഷ്യൽ ആ ഒരു ഡയഗ്നോസിസിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് അവർ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ ഒരു സൈക്കോ ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മിക്കവാറും എല്ലാ ക്യാൻസർ ഹോസ്പിറ്റൽസിലും ഉണ്ടാവും, ക്യാൻസർ സെൻറ്റേഴ്സിലും ഉണ്ടാവും. അത് ബേസിക്കലി ഇത് ഇമോഷണലി ഡ്രെയിനിങ് ആണ്, ഫൈനാൻഷ്യലി ഡ്രെയിനിങ് ആണ്, പല കാരണങ്ങൾ കൊണ്ടും ഡ്രെയിനിങ് ആയിട്ടുള്ളൊരു ഇതാണ് ക്യാൻസർ എന്ന് പറയുന്നത്, രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് വളരെ ഫലപ്രദമാണ്. അതിൻ്റെ കൂടെ നമുക്ക് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിസീസ് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ
കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു മൾട്ടി ഡിസിപ്ലിനറി, അതായത് ഒരു ടീം അപ്രോച്ചാണ് നമ്മൾ യൂഷ്വലി ഓങ്കോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഹാബിറ്റിലൊക്കെ എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തിയാലാണ് നമുക്ക് ക്യാൻസർ ഫ്രീ ആയിട്ട് നിൽക്കാൻ കഴിയുക? സോ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ റെഗുലറായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെൻറ്റ് റിക്കറൻസ് ഓഫ് ക്യാൻസർ. അപ്പോൾ ക്യാൻസർ റിക്കറൻസ് കുറയ്ക്കാൻ റെഗുലർ എക്സസൈസ് സഹായിക്കുമെന്നുള്ളത് നമ്മളെ പഠനങ്ങൾ വരെ നമ്മളുടെ പഠനങ്ങളുണ്ട് നമുക്ക്. ഒരു ക്യാൻസർ, ഇത് ഒരു കൊളോൺ ക്യാൻസറിൻ്റെ ഒരു പഠനമായിരുന്നു നമ്മൾ റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പോൾ സ്ട്രക്ചേർഡ് എക്സസൈസ് പ്രോഗ്രാംസ് അത് ആക്ച്വലി ക്യാൻസർ റിക്കറൻസ് വരാതിരിക്കാൻ വളരെ സഹായിക്കും. അതുകൂടാതെ നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മൾ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വറുത്ത ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിവതും ഒഴിവാക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ പുകവലി, മദ്യപാനം അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈസോഫേജിയൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞ കാരണം, ഇപ്പോൾ ഈസോഫേജിയൽ ക്യാൻസറിൽ നമ്മൾ എന്തെങ്കിലും ഒരു സിംറ്റം, ഞാൻ മേൽപ്പറഞ്ഞ സിംറ്റം, എന്തെങ്കിലും റെഗുലറായിട്ടുള്ള അസിഡിറ്റി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വെയിറ്റ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കുറയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ ഉടനെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരിശോധനകൾ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഇവിടെ എല്ലാവർക്കും ആദ്യമേ അങ്ങ് ഹോസ്പിറ്റലിൽ പോകാൻ മടിയായത് കാരണം എല്ലാവരും സ്വന്തമായിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റ് അങ്ങ് എടുക്കും, പൊടിക്കൈകളൊക്കെ ആയിട്ട്. പിന്നെ ആൾക്കാർ ബേസിക്കലി ബിസിയാണ് എന്നുള്ളതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നമ്മളുടെ ഹെൽത്തിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഈസോഫേഗൽ ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും പറഞ്ഞത്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം. കാരണം നിങ്ങളുടെ ഓരോ ഷെയറും ചിലപ്പോൾ പല ആൾക്കാരുടെ ലൈഫും സേവ് ചെയ്യുന്നതായിരിക്കും. സോ ബി അവെയർ ആൻഡ് ബി സേഫ്റ്റി.